പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ പുതിയ വീട് ഇരിക്കണില്ലേ, അവര് ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഇതാ ചെയ്യണേ. ഇതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ഞങ്ങളോട് ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ ചോദിക്കണം, ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ സെറ്റ് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, വീട്ടിൽ സെറ്റ് ആയി അല്ല, അവര് ആവശ്യപ്പെടുകയാണ്. അപ്പൊ നമ്മളിവിടെ സെറ്റ് ആക്കി റെഡി ആയിട്ട് അത് കായ്ച്ചിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഇതാണ് ഞങ്ങൾ ഉമ്മർ ചാമ്പാറി. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അൻവർ വളാഞ്ചേരി. ഞാനിവിടെ എൻ്റെ കടയുടെ പേരാണ് ജൂന ഗാർഡൻ. ഇവിടെ നമ്മൾ സപ്പോർട്ട് തൈകൾ ഇരിക്കുന്നുണ്ടല്ലോ, എങ്ങനെ റേറ്റ്? അതൊക്കെ 750 രൂപ. അത് ഈ ഒരു ഫ്രൂട്ടോട് കൂടിയിട്ടുള്ള തൈകൾ 750 രൂപ കൊടുക്കല്ലേ? ചെറുതൊക്കെ 100 രൂപ. ഇതോ ജസ്റ്റ് കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യോ, അതിന്റെ സൈസ് ഒന്ന് കാണാനാ. ഈ ഒരു സൈസ് വരുന്നത് 100 രൂപ വരുന്നുള്ളല്ലേ? റംബൂട്ടാൻ അല്ലേ? ഏതാ വെറൈറ്റി ഇത് വരുന്നത്? N80 ആണല്ലേ? ഏതാണ്ട് തോന്നുന്നുണ്ട് ഒരു 4 വർഷം പഴക്കണ്ടാവില്ലേ? 4 വർഷം പഴക്കണ്ടാവും. എങ്ങനെയാ റേറ്റ് ഇപ്പൊ ഈടാക്കുന്നത്? ഇതൊരു 1700 രൂപ കൊടുക്കും. ആ ഒരു റേഞ്ചില്. നമുക്കിത് ഷിപ്പിങ്ങും കാര്യങ്ങളും എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒക്കെ ഉണ്ട്. സൈറ്റിൽ എത്തിച്ചു. എവിടെ സൈറ്റ് വെച്ചാൽ അവിടെ എത്തിച്ചു കൊടുക്കും. അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് എന്തെങ്കിലും ഈടാക്കുന്നുണ്ടോ? ചാർജ് അതിന്റെ ഒരു ചെറിയ ചാർജ് ഉണ്ടാവും. ചാർജ് വരും. ഓക്കെ, റംബൂട്ടാൻ തന്നെ തൊട്ട് താഴെ ഇതാ അതേപോലെ തന്നെയാണ്. ഇതൊക്കെ വലിയ തൈകളാണ്. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതൊക്കെ റേറ്റ് തന്നെയാണോ? അല്ല, ഇതൊക്കെ 200, 250, 300 അങ്ങനെ. അപ്പൊ ഈ ഒരു ഇത് കണ്ടത് ഏതാ? N80 ആണോ? N80 തന്നെ. അതിനെങ്ങനെ വരുന്നത്? ഇതിനൊക്കെ 550 രൂപ. 550 വരല്ലേ? തൊട്ട് താഴെ വരുന്ന ഇതൊക്കെ 150, 200. ജസ്റ്റ് ഒന്ന് കയ്യിൽ ഹോൾഡ് ചെയ്യോ. ഇതെത്ര? 150. ഓക്കെ, ഈ ഒരു തൈക്ക് 150 വരുന്നുള്ളൂ. ഇത് നമുക്ക് വി ഗ്രാഫ്റ്റ് ആണോ വരുന്നത്? ബെഡ് ആണ് വരുന്നല്ലേ? ഓക്കെ, പിന്നെ N80 മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്, അതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? എല്ലാം ഉണ്ടല്ലേ? എല്ലൊക്കെ എങ്ങനെ റേറ്റ്? അതിങ്ങനെ സ്റ്റാർട്ടിങ് 350, 400 തൊട്ട്. ആ റേറ്റ്. സാധനം ഉണ്ടോ? സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ടോ? സാധനം സ്റ്റോക്ക് ഇതൊന്നുണ്ട്. ഇതെല്ലാം ആണല്ലേ? ഇതിനിപ്പോ എങ്ങനെ റേറ്റ്? ഇതിനൊക്കെ ഒരു 600 ആ റേഞ്ചിൽ വരും അല്ലേ? കുറച്ച് വലുപ്പം. ഓക്കെ, നമ്മളെ മാംഗോസിന്റെ തൈകൾ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നത്? 100 രൂപ ഈ ഒരു തൈക്കല്ലേ? പിന്നെ അതല്ലാതെ പിന്നെ ഏതൊക്കെയാ നമ്മളെ? പിന്നെ കാലാപ്പാടി, മാവ്. കാലാപ്പാടി ബുഷി ആയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ബുഷ് പ്ലാന്റ് ആണ്. എങ്ങനെ റേറ്റ് വരുന്നത്? 750, 800 ആ റേഞ്ച് വരും അല്ലേ? നല്ല തൈകൾ. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ ചാമ്പ ഉണ്ട്. തായ്ലാൻഡ് റെഡ് ചാമ്പ അല്ലേ? ഇതെങ്ങനെ? അതൊക്കെ 100 രൂപ. 100 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ജസ്റ്റ് ഒന്നുകൂടി ഇങ്ങോട്ട് സെന്ററിലേക്ക് എടുത്ത് വെക്കോ. ഈ ഒരു സൈസുള്ള 100 രൂപയ്ക്ക് കൊടുക്കല്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ പേരയാണോ? അത് പേരല്ലേ? ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അതെങ്ങനെ റേറ്റ്? VNR എങ്ങനെ? 250. ഈ ഒരു ചട്ടിയോട് 250 കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ അബിയു നിൽക്കുന്നുണ്ടല്ലേ? അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റ് തന്നെയാണ്. നമ്മളിവിടെ പൂവിട്ട അബിയു നിൽക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 1000. ഇത് ഏതാ? ജെയിന്റ് ആണോ വരുന്ന വെറൈറ്റി? ജെയിന്റ് വെറൈറ്റി ആണല്ലേ? ഇപ്പൊ ഈ ഒരു സൈസിലാണെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാന്നാണ് പറയുന്നത്. എവിടെ എത്തിച്ചു കൊടുക്കാം അല്ലേ? അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? ഇവിടൊക്കെ നിൽക്കുന്നത് സെയിം തന്നെ അല്ലേ? ചിലതൊക്കെ പൂവിട്ടിട്ടില്ല എന്നുള്ളൂ അല്ലേ? ഒരു അടിപൊളി മാവ് നിൽക്കുന്നുണ്ട്. ഇത് ഏതാ വെറൈറ്റി? സിന്ദൂരല്ലേ? ഇതെങ്ങനെ റേറ്റ്? ഇപ്പൊ ഇതിനൊരു 1500 രൂപ, 1200 ആ ഒരു റേഞ്ച് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു 2 വർഷത്തിന്റെ ഉള്ളിൽ റിസൾട്ട് വരും. 2 വർഷത്തിന്റെ ഉറപ്പായിട്ടും വരും. ഷുവറാണ്. നമ്മളെ തെങ്ങിന്റെ ഒരുപാട് തൈകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഉള്ളത്? അത് മലേഷ്യൻ കുള്ളൻ തെങ്ങാണ്. എങ്ങനെ റേറ്റ് വരുന്നത്? 100 രൂപ, 150. ഈ ഒരു സൈസിൽ 150 ആ റേഞ്ച് കൊടുക്കല്ലേ മാക്സിമം? അപ്പൊ ഇവിടെ ഇരിക്കുന്ന മാവുകൾ ഏതൊക്കെയാ? കൊളമ്പ് എങ്ങനെ? അതൊക്കെ 750. അത്യാവശ്യം നല്ല സൈസ് ഉണ്ടല്ലേ? നല്ല സൈസ് വന്നിട്ടുള്ളതാണ്. മാവിന്റെ തന്നെ ഇവിടെ പൂവിട്ട വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലേ? ഇതേതാ പൂവിട്ടത്? കാലാപാടിയാണല്ലേ? അതിനിപ്പോ എങ്ങനെ റേറ്റ് തന്നെ? 1000, 1200 ആ ഒരു റേഞ്ച് വരും അല്ലേ? പൂവിട്ടതായാലും കോർട്ടുകൂണത്തെ ചെറിയ തൈ പൂവിട്ടത്. ഓക്കെ, ഇതെങ്ങനെ റേറ്റ്? ഇതൊക്കെ 350. വലിയ പ്ലാന്റാ. ഈ ഒരു പ്ലാന്റ് 350 കൊടുക്കല്ലേ? നമ്മുടെ പ്ലാവിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് തോന്നുന്നു. കാരണം ലീഫിന്റെ ഒക്കെ ഡിഫറൻസ് കാണാനുണ്ട്. ഏതൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? J33 അറിയും. മലേഷ്യൻ പരിക്ക. നമ്മളെ പ്ലാവില് നല്ലൊരു, അതായത് ഒരു ടോപ്പ് 10 എടുക്കുകയാണെങ്കിൽ ഒരു സ്ഥാനം ഇതിനുണ്ട്. ഏത് ഇതിനും ഇതുണ്ടാവില്ല. ഓക്കെ, ഇതിന് എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊരു 150 രൂപ. വെറും 150 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഒരു ബുഷ് ആയിട്ടുള്ള. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെയുള്ളത്? വേറെ ഡാൻസൂരിയ, അടിപൊളി പ്ലാന്റ് ആണല്ലോ. ബുഷായി പ്ലാന്റ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 350, 300 രൂപ ആ റേഞ്ചിൽ കൊടുക്കല്ലേ?
പിന്നെ വേറെ കുറച്ച് സിദ്ധു ഒക്കെ എങ്ങനെ റേറ്റ് തന്നെ? സിദ്ധു ഒക്കെ 300 350 ഇത് സിദ്ധു. ഈ ഒരു വലിയ പ്ലാന്റ് നമുക്ക് ചെയ്ത് കൊടുക്കല്ലേ? പിന്നെ വിയറ്റ്നാം സൂപ്പർ അതെവിടെ ജസ്റ്റ് നമുക്ക് അതൊന്ന് ഹോൾഡ് ചെയ്യോ? എത്ര വരുന്നേ? ഇതൊക്കെ 100. നമുക്ക് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 100 രൂപയ്ക്ക് കൊടുക്കല്ലേ? അത്യാവശ്യം പെട്ടൊക്കെ പിടിച്ച അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. വെറും 100 രൂപയ്ക്ക് വിയറ്റ്നാം സൂപ്പർ ചെറുത്. എങ്ങനെ റേറ്റ് വരുന്നത്? 100 രൂപയ്ക്ക്. നമ്മളിപ്പോൾ ഏറ്റവും ഇവിടെ ബഡ്ജറ്റ് കുറഞ്ഞ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയാണോ സ്റ്റാർട്ടിങ്? 100 രൂപ മുതലുള്ള തൈകളാണുള്ളത്. ഓക്കെ, നമ്മളെ പുലാസന്റെ കുറച്ച് തൈകൾ ഇവിടെ ഇരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളല്ലേ? നല്ല ബെഡ് തൈയാണ്. ഓക്കെ, ഇതിനെങ്ങനെ ഇപ്പൊ റേറ്റ് വരുന്നത്? ഇതിനൊരു 800 850 ആ റേഞ്ച്. ലാസ്റ്റ് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ലേ? കോട്ടയം ബെഡാണോ വരുന്നത്? കോട്ടയം ബെഡ്. അല്ല, അടിപൊളി പ്ലാന്റ് അല്ലേ? ഒരു 3-4 പീസുകൾ ഇപ്പോഴുണ്ട്. പിന്നെ കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞ് എത്തിച്ചു കൊടുക്കല്ലേ? ഗോൾഡ് ആണല്ലേ? പിന്നെ എങ്ങനെ റേറ്റ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും? ഒരു 350 ആ റേറ്റിൽ കൊടുക്കാം. ലാസ്റ്റ് ആക്കിയിട്ട് കൊടുക്കല്ലേ? നമ്മളെ വേപ്പും തൈ ഒക്കെ ഇവിടെ ഇരിക്കണ്ടോ? ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റുകൾ ജസ്റ്റ് ഒന്ന് നമുക്ക് 30 രൂപ. ഇത് നെല്ലി 50 രൂപ. ഏത് മറ്റേ റെഡ് ആണോ അത്? അതോ സാധാണ് 50 രൂപ. പിന്നെ നമ്മളെ കാഴ്ചതൊക്കെ ഉണ്ട്. മിറാക്കിൾ എങ്ങനെ വരുന്നേ? മിറാക്കിളൊക്കെ 250 ആ റേഞ്ച് വരുള്ളൂ അല്ലേ? നല്ല ബുഷുള്ള തൈ. ഓക്കെ, എടുക്കണോ? ഉള്ള കായുണ്ട് കേട്ടോ. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ 250 വരുന്നുള്ളൂ അല്ലേ? നമ്മളെ ഇതേത് പിന്നെ അവക്കാഡോ ആണോ? ട്രോപ്പിക്കലാണത്? ട്രോപ്പിക്കൽ ഒറിജിനൽ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. അത് ഇതൊക്കെ നമുക്ക് ഒരു 600 രൂപ കൊടുക്കാം. 600 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഒരു വലിപ്പമുള്ള ഇത് നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായത് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഇതാണ് കാലാപ്പാടി. ഓക്കെ, കാലാപ്പാടിന്റെ പ്ലാന്റ് നമ്മളൊരു വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്താണുള്ളത്. ഇതിപ്പോ ഒരു വർഷം 4 മാസമായിട്ടുള്ളൂ ഇത് സെറ്റ് ചെയ്തിട്ടല്ലേ? ഒരു വർഷം 4 മാസം. അത്യാവശ്യം നല്ല കടവണ്ണം വന്നിട്ടുണ്ട്. പിന്നെ മാങ്ങ ഏറ്റുണ്ടല്ലേ? ഇതാണ് കാലാപ്പാടി. ചുണ്ടല്ലേ? അപ്പുറത്തൊക്കെ ഉണ്ട്. ഒരു വർഷം 2 മാസം 4 മാസം അല്ലേ? ഇതിപ്പോ നമ്മളെ റംബൂട്ടാന് NIT ആണ്. ഇത് N8. ഇതിപ്പോ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് എത്ര ആയിട്ടുണ്ട്? ഇതൊക്കെ ഈ സമയം തന്നെ, സെയിം സമയത്ത് വെച്ച് തന്നെ ഒക്കെ വെച്ചതൊക്കെ. ഓക്കെ, ഇതിപ്പോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ അടിവളം എന്താ യൂസ് ചെയ്തിരുന്നത്? ഞങ്ങൾ തന്നെയാണ് വളം ചെയ്യാം. ഓക്കെ, ഞങ്ങള് എല്ലുപൊടി ചാണകപ്പൊടിയാണ്. അല്ല, ഇപ്പോ നമ്മളൊരു പ്ലാന്റുകൾ ലോങ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെ ഇതിന്റെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ എങ്ങനെ? 3 മാസത്തിന് അവർ വളം ചെയ്യും. പിന്നെ 3 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെല്ലും. പിന്നെ ചെന്ന് ചെയ്ത് കൊടുക്കും. ആ ചെന്ന് ചെയ്ത് കൊടുക്കുന്നതിന് വല്ല ചാർജും വരുന്നുണ്ടോ? അതില്ല, അത് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ചെയ്യും. അതല്ലാത്തവർക്കും ആണെങ്കിൽ നമുക്ക് അത് പിന്നെ വരുമ്പോൾ ചെയ്യണം, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇനിയിപ്പോൾ ഓൾറെഡി ഒരു പ്ലാന്റ് വെച്ചൊരു വ്യക്തിയാണ്, അതേപോലെ ഈ ഒരു തോട്ടം സെറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ വിളിച്ചിട്ട് വീണ്ടും ഈ വളപ്രയോഗം അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള കെയറിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കുറേ ടീം സപ്പോർട്ടൊക്കെ കായ്ക്കാത്തുണ്ടായിരുന്നൊക്കെ ഞങ്ങൾ കായ്പ്പിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഏതെങ്കിലും ലെയറിംഗ് ഒക്കെ മോശമായത് അങ്ങനെ ചെയ്ത് കൊടുക്കും? അത് ചെയ്ത് കൊടുക്കുന്നില്ല. ബാക്കി വളപ്രയോഗവും കാര്യങ്ങളും ഫുൾ സെറ്റ് ആക്കി കൊടുക്കും. ഇവിടെ പ്രധാനമായിട്ട് വരുന്ന പ്രശ്നമാണ് സ്ഥലപരിമിതിന്റെ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡ്രം അതേപോലെ തന്നെ പോട്ടുകളിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ ഉണ്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുത്താണുള്ളത്? ഇതൊരു വർഷമായിട്ടില്ല. നമ്മളെ ജബോട്ടിക അല്ലേ? ഈ ചട്ടിയിലാണ്. ഇതിപ്പോ പ്രാവശ്യം പൂട്ടു, അടുത്ത പ്രാവശ്യം ഉണ്ടാവും. അതേമാതിരി ഇത് മാവ് പൾമാറല്ലേ? ഓ, ഇത് റിസൾട്ട് വന്നല്ലേ? റിസൾട്ട് തന്നെ. ഇത് 7 മാസമായിട്ടുള്ളൂ. ഇത് നാംഡോക്ക് മൈൻഡ് ആണല്ലേ? ഇത് 7 മാസമായിട്ടുള്ളൂ. 7 മാസം അത്ര പഴക്കമുള്ളല്ലേ ഇത്? ഇത് നമ്മളിപ്പോ സെറ്റ് ചെയ്യുമ്പോ എത്ര അതായത് ഏതൊരു റേറ്റിന്റെ പ്ലാന്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്? വലിയ പ്ലാന്റ് ആയിരുന്നു അതോ? കുറച്ചൊരു 1500 1600 ആ ഒരു റേഞ്ചിന്റെ. ഓക്കെ, 6 മാസം കൊണ്ട് ഈ ഒരു രീതിയിൽ റിസൾട്ട് എത്തില്ലേ? നമ്മള് വളങ്ങളും കാര്യങ്ങളും സെറ്റായി ചെയ്താണ്. ഇത് അബിയു ആണല്ലേ? ഇത് പൂവിട്ടിക്കണ്. അബിയുന്റെ ഏതാ വെറൈറ്റി? ഇത് ജെയിന്റ് ആണല്ലേ? അതാ ഇവിടെ ഒക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു കൊല്ലം 8 മാസമായി.
1 കൊല്ലം 8 മാസം. അപ്പൊ മറ്റേനെക്കാട്ടി കുറച്ച് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണത്. അല്ല വെച്ച സമയമല്ല, തൈന്റെ പ്രായം. ഓക്കെ, തൈന്റെ ടോട്ടൽ പ്രായം വരുന്നത്. തൈകൾക്ക് ഇങ്ങനെ വ്യത്യാസം വരുമ്പോ ഡേറ്റ് വ്യത്യാസം വരും. ഇത് ഡാൻസൂരിയ ഓങ്ക്രോണ്ടാ. ഹോങ്കോറുണ്ട് അല്ലേ? ഇത് നമുക്ക് റിസൾട്ട് കിട്ടിയതാണോ? റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇത് 1 വർഷം ഇത് ആവുണ്ട്. ഇതാ റിസൾട്ട് ഉണ്ട്. ഇത് ഫസ്റ്റ് കാണാൻ റിസൾട്ട് വന്ന് തുടങ്ങുന്നുണ്ടല്ലേ? റിസൾട്ട് ആയി. ഇതാ. ഓക്കെ. അപ്പൊ ഇതിന്റെ കാലപ്പഴക്കം എന്ന് പറയണേ 2 വർഷം. 2 വർഷം 1 കൊല്ലം 8 മാസം. ഓക്കെ. ഇതൊരു ചെറിയ തൈ വെച്ചതാട്ടോ. വളരെ ചെറിയ തൈ. നമ്മളെ വളപ്രയോഗം ഇതായിട്ട് അടിപൊളിയാക്കി ഇങ്ങനെ ബുഷായിട്ട് ഭയങ്കര സ്റ്റൈലാണ്. അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കാരണം നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഉണ്ട്. കാരണം ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കമ്മിയുണ്ട് പ്രശ്നം. പിന്നെ തായ്ലൻഡ് ആൾ സീസൺ മാവൊക്കെ ഒരുവിധം വെച്ച് മൊത്തം കായ്ച്ചിട്ടുണ്ടല്ലേ? അടിയിലൊക്കെ ചെറിയൊരു സ്പേസില് ചെറിയൊരു മാവില് ഒരുപാട് മാങ്ങകള്. ഇത് റൂബി റെഡ് ആണല്ലേ? കാഴ്ചതാണ്. റിസൾട്ട് വന്നാണല്ലേ? നമ്മളെ അലങ്കാരത്തിനും കൂടി യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ലോങ് വെറൈറ്റി ആണിത്. ലീഫ് നല്ല ഭംഗിയാണ്, കായും നല്ല ഭംഗിയാണ്, റെഡ് കളറായിട്ട്. ഇതൊക്കെ നമുക്ക് എത്ര കാലപ്പഴക്കം സെയിം ഇതിന്റെ കൂടെ? അധികം വർഷം 4 മാസം 5 മാസം കൊണ്ട് കായ്ക്കും. അല്ല നമ്മളിത് എത്ര പ്രായമുള്ള ഇതിൽ വെച്ച് എന്ന് വെച്ചായിരുന്നത്? ഇത് വെച്ചിട്ട് 8 മാസമായിരുന്നു. 8 മാസമായിരിക്കും. ചെറിയ തയ്യാട്ടോ. ഇക്കന്റെ വീട്ടിലാണ് നമ്മളെ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇക്കന്റെ പേരെന്തായിരുന്നു? ഷാജി എന്ന് വിളിക്കും. ഓക്കെ. നമ്മൾ ഓവറോൾ ഇവരുടെ സെറ്റിംഗ് അതേപോലെ തന്നെ ഇവർ തന്ന പ്ലാന്റുകളെയും കുറിച്ച് ജസ്റ്റ് ഇക്കന്റെ ഒരു അഭിപ്രായം എന്തായിരുന്നു? കുഴപ്പമില്ല, നല്ല ഉഷാറാണ്. വെച്ചിട്ട് ഇപ്പോൾ 1.5 വർഷം മേലാവുള്ളൂ. തന്നെ വളർച്ചയും കായൊക്കെ കായ്ച്ചു തുടങ്ങി. നല്ല ഉഷാറാണ്. ഓവറോൾ ഹാപ്പിയാണ്. ഇവരെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ പറമ്പ് തന്നെ എല്ലാം ചെയ്തു ഹാപ്പിയാണ്. ഇക്ക വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഉഷാറായി കിട്ടി. സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ 2-3 മാസമായിട്ടുള്ളൂ. അത് നമ്മൾ സെറ്റ് ചെയ്ത മറ്റൊരു വീടാണ്. ഓക്കെ. എന്തൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്? റംബുട്ടാൻ, J33, പിന്നെ മാംഗോസ്റ്റിനുണ്ട്, കാലാപ്പാടി. നമുക്കിപ്പോ കണ്ട രീതിയിൽ ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് വരും? അത് അവര് എങ്ങനെ എത്ര തയ്യാ വേണ്ട അതിനനുസരിച്ചുള്ള റേറ്റ് ഇടുക. അപ്പൊ അത് ചെയ്യാം. സർവീസ് ചാർജ് ഉണ്ടാവും. ഓക്കെ. അതായത് നമ്മളിപ്പോ ഒരു കസ്റ്റമർ ഏതൊരു തൈയാണോ സെലക്ട് ചെയ്യുന്നത്, ചെറിയ തൈയാണെങ്കിൽ അതിന് റേറ്റ് ഉണ്ടാവും. അല്ല, നിങ്ങൾ വന്ന് ചെയ്തു കൊടുക്കും. ഓക്കെ. അത് പ്ലസ് ചെറിയൊരു സർവീസ് ചാർജ്. അതിപ്പോ ഈ സർവീസ് ചാർജ് 1 ടൈം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3 തവണകളായിട്ട് 3 മാസം കൂടുമ്പോൾ നിങ്ങൾ വരുന്നുണ്ട്. ആ ഒരു പൈസ 3 വർഷം നമ്മൾ ഇതേ ഫീഡ്ബാക്ക് ചെയ്ത്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എക്സ്ട്രാ അപ്പൊ വാങ്ങുന്നുണ്ടോ അതോ ഈ ഫസ്റ്റ് ടൈം തന്നെയാണോ വാങ്ങുന്നത്? ഫസ്റ്റ് ടൈം വാങ്ങും. അത് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാശിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ സർവീസിന് വരുമ്പോഴും പേ ചെയ്യാം. ഇതാണ് കാട്ടിമോന്റെ ആണല്ലേ? ഇതിപ്പോ ആദ്യമായിട്ട് കിട്ടിയതാണോ അതോ? അല്ല, അതിന് മുന്നേ 2 പ്രാവശ്യം എടുത്തു. നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള വെച്ച തന്നെയല്ലേ? ഇത് കൊടുക്കാനായിട്ട്. ഓക്കെ. പിന്നെ ഇത് നാംഡോക്ക്. ഇതാ ഡ്രമ്മിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട്. ഇപ്പൊ ഈ ഡ്രം സെറ്റ് ചെയ്ത് ഇതേപോലെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കും? 8 രൂപയ്ക്ക് കൊടുക്കല്ലേ? 8-10. ഓക്കെ. തൊട്ടടുത്തേക്ക് വരുമ്പോ ഇത് നമ്മളെ സാധാ വിയറ്റ്നാമില് ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ ആളുകൾ നമ്മളോട് പറയാണ്. അപ്പൊ നമ്മളിവിടെ സെറ്റ് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ. വീട്ടിൽ സെറ്റ് ആയി അല്ല, അവര് ആവശ്യപ്പെടുകയാണ്. അപ്പൊ നമ്മളിവിടെ സെറ്റ് ആക്കി റെഡി ആയിട്ട് അത് കായ്ച്ചിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഇതാണ് ഞങ്ങൾ ഉമ്മർ സാമ്പാർ അറിയാം. നല്ല ബുഷായിട്ടുള്ള ഇതൊക്കെ ബോട്ടിൽ സെറ്റ് ചെയ്യാനാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇതിങ്ങനെ ഒരു 1500-1600 ആ റേഞ്ച്. ഇത് ഞാവലാണോ? ഇത് ബ്ലാക്ക് ഞാവല്. വൈറ്റ് ഉണ്ടായിരുന്നു പോയി കായുള്ളത്. ഇതിങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇതൊക്കെ ചട്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ബുഷായിട്ട് ഒരു പ്രൂണൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട്. ഇതാണ് അതിന്റെ വൈറ്റ് ലോങ്ങൻ. ഇതൊക്കെ ചട്ടിയിൽ വെച്ചാൽ ഗ്യാരണ്ടി ആണ് കായ്ക്കുന്നുള്ള. എത്ര ടൈം കൊണ്ട് കിട്ടും? ഇത് അടുത്ത 2 മാസം, അടുത്ത വർഷം ഒരു 3 മാസം, അടുത്ത വേനലാവുമ്പോ അത് റെഡിയാവും. ഓക്കെ. ഇവിടെ നമ്മളെ ബുഷ് ഓറഞ്ച് ഉണ്ടല്ലേ? ബുഷ് ഓറഞ്ച്. ഡ്രാഗൺ ഏതാ വെറൈറ്റി? ഡ്രാഗൺ മലേഷ്യ റെഡ് ആയിരുന്നു. ഇത് ഏകദേശം ഒരു 10-15 പീസ് കിട്ടി. ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ കവറിൽ വെച്ചതാ. കവറിൽ വെച്ചിട്ടുണ്ടോ ഉണ്ടോവോ നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ കായ കിട്ടിയപ്പോ നമ്മൾ ഇത് ചെയ്യും. ഇത് ബുഷ് ഓറഞ്ച്. ഇതൊക്കെ എങ്ങനെ ബുഷ് ഓറഞ്ച്? അതൊക്കെ 250 ആ റേഞ്ചിൽ കൊടുക്കല്ലേ? ജബോട്ടിക്ക. ഏതാ വെറൈറ്റി? ഇത് സബാറയാണ്. 8 വർഷമൊക്കെ എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഒരു 4 വർഷമായി.
4 വർഷം കഴിഞ്ഞു. ഒരു 4 വർഷം കൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലേ? ഇത് നെല്ലി, ഇത് പൂത്തുട്ടോ. ഓ ഇതൊരു ബോൺസായി ഇങ്ങനെ ലുക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, എങ്ങനെ റേറ്റ് ഇത്? അത് 250 350 റേറ്റ്. ആ റേഞ്ചിൽ കൊടുക്കല്ലേ? ഇത് പിന്നെ ഹൈബ്രിഡ്, ഇത് റെഡ് ഹൈബ്രിഡ്. ഓക്കെ, അത് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ എന്തിനാ അറിയോ? ഇതൊക്കെ ഇങ്ങനെ വെച്ച് ഇവിടെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ആളുകൾ ആവശ്യം ചോദിക്കുമ്പോൾ നമ്മൾ നല്ല ബോട്ടിൽ ഡ്രമ്മിലല്ല, വീടിന്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ സ്റ്റൈലാക്കിയിട്ട് വെച്ചു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ഇത് ഉണ്ടാവും എന്നുള്ള ഗ്യാരണ്ടി നമ്മുടെ കയ്യിലുണ്ടാവും. 100% ഉറപ്പല്ലേ? നമ്മുടെ ഈ ഒരു സ്ഥലപരിമിതി വളരെ കുറഞ്ഞവർക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. വീടിന്റെ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾ സീസൺ ആണല്ലോ, ഇതിന് ചെറിയൊരു പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടല്ലേ? ഇതൊക്കെ വാങ്ങണ്ട. ഇതൊക്കെ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ പുതിയ വീട് ഇരിക്കണില്ലേ, അവര് ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഇതാ ചെയ്യണേ. ഇപ്പൊ ഇതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ഞങ്ങളോട് ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ ചോദിക്കണം, ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ഇതാണ് J33. മലേഷ്യൻ വരിക്കാന്ന് പറയാം. വലിയൊരു പ്ലാന്റ് ആണല്ലേ? വലിയൊരു പ്ലാന്റ്. ഇതിപ്പോ നമ്മളെ മദർ പ്ലാന്റ്. ഇത് ചക്ക, ഇതാണ് ചക്ക വരിക്കാന്നുള്ള ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഇതിപ്പോ എത്ര വർഷം പഴക്കമുള്ളതാണ്? ഈ ഒരു 3 വർഷം. 3 വർഷം. 3 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തുമല്ലേ? എത്തും, ഉറപ്പാ. വലിയ ചക്ക ഉണ്ടാവും. അപ്പൊ ഇതേ ക്വാളിറ്റി ഉള്ള തൈകളാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടുകൊടുത്ത് നമ്മളെ നഴ്സറി വഴി നമ്മൾ കൊടുക്കുന്നത്. ഗ്യാരണ്ടി അതാണിത്. ഹോംഗ്രോണിന്റെ മൾവാന. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് എങ്ങനെ നല്ല പ്ലാന്റ്. ഇതൊരു കൊല്ലം 8 മാസം മണ്ണിൽ വെച്ചാണല്ലേ? മണ്ണിൽ വെച്ചാൽ. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് ഇനി പ്രാവശ്യം ഉണ്ടാവും വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതേമാതിരി അബിയു അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റ് ആണ്. ജയന്റ് ജയിന്റ് ആണല്ലേ? റിസൾട്ട് കിട്ടിയതാണോ? റിസൾട്ട് കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കായുണ്ടായത് തന്നെയാണ്.